അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉപകാരപ്രദമായ അറിവുകൾ അഥവാ ഇൽമുൻ നാഫിഅ് ഈ ശീർഷകത്തിൽ 14-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന്. ഇന്നല്ലാഹ കതബൽ യഹ്സാന അലാ കുല്ലി ഷൈഇൻ. എല്ലാ കാര്യത്തിലും അള്ളാഹു യഹ്സാൻ, നന്മ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന്. എല്ലാ കാര്യത്തിലും നന്മ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഫൈദാ ഖതൽതും, നിങ്ങൾ എന്തിനെങ്കിലും കൊല്ലുകയാണ് എങ്കിൽ ഫഅഹ്സിനുൽ ഖിത്ലത, നിങ്ങൾ ആ കൊല്ലുന്നത് പോലും നല്ല നിലക്ക് ചെയ്യണം. നിങ്ങൾ എന്തോ ഒന്നിനെ കൊല്ലുന്നുണ്ടെങ്കിൽ അതുപോലും നിങ്ങൾ നല്ല നിലക്ക് കൊല്ലണം. വൈദാ ദബഹത്തും, നിങ്ങൾ വല്ലതിനെയും അറുക്കുകയാണ് എങ്കിൽ ഫഅഹ്സിനു ദബ്ഹ, നിങ്ങൾ അറവ് നല്ല നിലക്ക് ചെയ്യണം. വല്ലതിനെയും അറുക്കുകയാണെങ്കിൽ അറവ് നിങ്ങൾ നല്ല നിലക്ക് ചെയ്യണം. ഫൽയുഹിദ്ദ അഹദുക്കും ശഫ്രതഹു, നിങ്ങൾ നിങ്ങളുടെ ആയുധത്തിൻ്റെ വായ്ത്തല മൂർച്ച കൂട്ടണം. നിങ്ങൾ ഉപയോഗിക്കുന്ന ആയുധത്തിൻ്റെ വായ്ത്തല നിങ്ങൾ മൂർച്ച കൂട്ടണം. ഫൽയുരിഹ് ദബീഹതഹു, അതേപോലെ തന്നെ അറുക്കുന്ന മൃഗത്തിനാകട്ടെ അല്ലെങ്കിൽ വസ്തുവിനാകട്ടെ അതിന് നിങ്ങൾ ആശ്വാസം കൊടുക്കുകയും റാഹത്ത് കൊടുക്കുകയും വേണം. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിലും ഇഹ്സാൻ, നന്മ നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ്. എല്ലാറ്റിലും നന്മ വേണം. വല്ലതിനെയും കൊല്ലേണ്ടി വന്നാൽ അത് നമ്മൾ വളരെ പെട്ടെന്ന് ജീവൻ നഷ്ടപ്പെടുന്ന രൂപത്തിൽ കൊല്ലണം. ഉപദ്രവിക്കുന്ന വസ്തുക്കളെ കൊല്ലാണെങ്കിൽ കൂടി അതിനെ നമ്മൾ കഷ്ണിച്ചും അതുപോലെ തന്നെ കുറേ മാന്തിപ്പൊളിച്ചും ഒന്നുമല്ല, വളരെ പെട്ടെന്ന് അതിൽ ജീവൻ നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള കൊലയാണ് നമ്മളതിനെ നടത്തേണ്ടത്. അതേപോലെ ബലിമൃഗങ്ങളെയൊക്കെ അറുക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള മൃഗങ്ങളെ അറവ് നടത്തുകയാണെങ്കിലും വളരെ നല്ല നിരക്ക് അറക്കണം, കത്തിക്ക് മൂർച്ച കൂട്ടണം. കാരണം അതിന് വളരെ പെട്ടെന്ന് ജീവൻ നഷ്ടപ്പെടുന്ന രൂപത്തിലാവണം. കൈകാലുകൾ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധനം അത് കൈകാലിട്ടടിക്കാനുള്ള സന്ദർഭത്തിൽ നാം അതിന് അഴിച്ചു വിട്ടു കൊടുക്കണം. അതേപോലെ അതിന് ശ്വാസം എടുത്തുകൊണ്ട് ജീവൻ നഷ്ടപ്പെടുത്തുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തിക്കണം. ബലിമൃഗത്തെയൊക്കെ അറുക്കുമ്പോൾ പ്രത്യേകമായും നാം ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് കൈയും കാലും ഇട്ട് അടിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ നാം ഉണ്ടാക്കി കൊടുക്കണം. മൂർച്ചയുള്ള കത്തി കൊണ്ട് നാം അതിനെ അറുക്കണം. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന സ്വഭാവത്തിലേക്ക് അതിന് സൗകര്യപ്പെടുത്തി കൊടുക്കുകയും വേണം. അതായത് ഏത് കാര്യത്തിലും നന്മ വേണം. എന്ത് കാര്യം ചെയ്താലും അതിൽ നന്മ, വിശ്വാസി ചെയ്യുന്ന കാര്യത്തിലൊക്കെ നന്മ നിഴലിച്ച് കാണാം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അറവിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ കൊല്ലുന്ന സംഗതികളിലും മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഈ നന്മ നിലനിർത്തണം. നന്മ നിലനിന്ന് കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. വന്നുപോയ അപരാധങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.